മസിനഗുഡി വഴി ഊട്ടിയിലേക്കുള്ള യാത്രയിലാണ്. മസിനഗുഡിയുടെ കാട്ടുവഴികളിലൂടെ ആരംഭിക്കുന്ന യാത്ര മൂടിക്കെട്ടിയ മഞ്ഞും പച്ചപ്പും ചേർന്ന ഒരു പ്രകൃതിരാഗം പോലെ തോന്നും. ഇവിടെ നിന്നുള്ള വഴിയിലൂടെ കയറുമ്പോൾ നീലഗിരികളുടെ പച്ചമയമായ മലനിരകൾ, കാട്ടാനകളുടെയും മാനിൻ്റെയും നിശ്ചല സാന്നിധ്യം, തണുത്ത കാറ്റിൻ്റെ മൃദുവായ സ്പർശം എല്ലാം ചേർന്ന് മനസ്സിനെ മായ്ച്ചെടുക്കും. കുറച്ചു ദൂരം സഞ്ചരിച്ചപ്പോൾ ഒരു കാട്ടാനയെ കാണാനിടയായി. കാട്ടാന എന്തോ ഒരു ആക്ടിവിറ്റിയിൽ മുഴുകിയിരിക്കുകയാണ്. കുറച്ച് സമയം അതിനെ തന്നെ നോക്കി നിന്നു. അങ്ങനെ കുറച്ച് ദൂരം മുന്നോട്ട് സഞ്ചരിച്ചപ്പോഴാണ് ഒരു കൂട്ടം മാനിനെയും അതുപോലെ 2 കുരങ്ങുകൾ തമ്മിൽ അടിപിടി കൂടുന്നതൊക്കെ കാണാനിടയായത്. ഈ ഒരു വഴിയിലെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് നമുക്ക് നേരിട്ട് മൃഗങ്ങളെ കാണാം എന്നുള്ളതാണ്. കൂടുതലായിട്ടും മാനും കാട്ടാനയും അതുപോലെ കുരങ്ങുകളെയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവരെ നേരിട്ട് കാണുന്നത് തന്നെ വളരെ മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയാണ്. കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോൾ വീണ്ടും ഒരു കൂട്ടം മാനിനെ കാണാനിടയായി. ഒരുപാട് മാനുകളുണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ. കുറേ ആളുകൾ പുല്ല് കഴിക്കുകയും കുറച്ച് പേര് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുകയൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു. നമ്മളൊരു മൃഗശാലയിൽ പോയി മൃഗങ്ങളെ കാണുന്ന ഒരു ഫീല്, നേരിൽ കാണുന്ന ആ ഒരു ഫീല് നമുക്കൊരു ഏതൊരു മൃഗശാലയിൽ പോയാലും ആ ഒരു ഫീല് കിട്ടില്ല. അങ്ങനെ കുറച്ച് ദൂരം സഞ്ചരിച്ചപ്പോഴാണ് വീണ്ടും ഒരു കാട്ടാനയെ കാണാനിടയായത്. ഇത് വളരെയധികം മനോഹരമായിട്ടുള്ളൊരു കാഴ്ചയായിരുന്നു. അങ്ങനെ വീണ്ടും യാത്ര തുടരുകയാണ്. പതിവ് പോലെ ഉള്ള മാൻകൂട്ടങ്ങളെ വീണ്ടും കാണാനിടയായി. അങ്ങനെ വീണ്ടും ഊട്ടിയിൽ നിന്ന് ഒരു 11 കിലോമീറ്റർ ഉള്ളിലോട്ട് പോയി കഴിഞ്ഞാൽ നല്ല മനോഹരമായിട്ടുള്ളൊരു വില്ലേജാണ്. അവിടെ കൂടുതലും കൃഷിയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു. അവിടെ കൂടുതലായിട്ട് ക്യാരറ്റ് കൃഷിയും അതുപോലെ ബീട്രൂട്ട് കൃഷിയൊക്കെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങനെ ഈ ഒരു യാത്ര ഇവിടെ